ഞങ്ങളത് അതിനൊരു വിലക്കുമില്ല, നിങ്ങൾക്കൊക്കെ തരാം. പക്ഷെ തന്നു കഴിഞ്ഞാൽ അത് പ്രസിദ്ധീകരിക്കണമോ വേണ്ടയോ എന്നത് തീർച്ചയായും ദേശാഭിമാനിയുടെ തീരുമാനമാണ്. പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ മുക്കി എന്നൊന്നും പറഞ്ഞു കളയരുത്. അങ്ങനെയല്ല, അതിൽ പ്രസിദ്ധീകരിക്കാവുന്ന ഞങ്ങൾ പ്രസിദ്ധീകരിക്കും, നിങ്ങൾക്കും തരാം. അപ്പോൾ നിങ്ങൾ അത് തയ്യാറാക്കുന്ന സമയത്ത് ഒരാളോട് ഇത് ദേശാഭിമാനിക്ക് വേണ്ടി തയ്യാറാക്കുകയാണെന്ന് പറഞ്ഞാൽ അത് ദേശാഭിമാനിക്ക് വേണ്ടിയാണ് എന്ന ആൾ ധരിക്കും. ദേശാഭിമാനി അത് സ്വീകരിക്കുന്നില്ലെങ്കിൽ സ്വീകരിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. പറഞ്ഞിപ്പോൾ ഒരാൾ അന്ന് തന്നെ എന്നോട് ചോദിച്ചല്ലോ, ഇന്നയാൾ തെറ്റുപറ്റി എന്ന് തിരുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എനിക്കങ്ങനെ ഒരാളെ അറിയില്ല, എനിക്ക് പരിചയമില്ല എന്നാണ്. അദ്ദേഹം അറിയപ്പെടുന്ന ആളല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് പരിചയമില്ല, നമ്മുടെ മുൻപിലുള്ള ഒരു വിഷയമല്ല എന്നാണ് പറഞ്ഞത്. ആരൊക്കെ എന്തൊക്കെ വിഷയങ്ങൾ ലേഖനം എഴുതും, അവർക്ക് ആ വിഷയങ്ങളിൽ എഴുതിയ ലേഖനങ്ങൾ ദേശാഭിമാനിക്ക് തരാമല്ലോ, തരാം. ാണോ എന്ന് ദേശാഭിമാനിയല്ലേ തീരുമാനിക്കുക. അതിലെങ്ങനെ, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾ പറയൂ, എന്നെ ബോധ്യപ്പെടുത്തൂ. അതാണ് പറഞ്ഞത്. നിങ്ങളിപ്പോൾ പോയി ഒരാളെ ഇന്റർവ്യൂ ചെയ്യുന്നു, നിങ്ങൾ ദേശാഭിമാനിക്ക് വേണ്ടിയാണ് പോകുന്നതെങ്കിൽ ദേശാഭിമാനി നല്ല ധരിക്കുക. ഈ ലേഖനം എഴുതിയ ആൾ ദേശാഭിമാനിയുടെ റിപ്പോർട്ടറാണോ? ഞാൻ അദ്ദേഹത്തെ എഴുതിയിട്ടല്ല, ആരെയും വ്യക്തിപരമായിട്ട് എഴുതാൻ ആഗ്രഹിച്ചിട്ടല്ല പറയുന്നത്. ഞാൻ പറയുന്നത് നൂറുകണക്കിന് സൃഷ്ടികൾ ദേശാഭിമാനിക്ക് വരാറുണ്ട്, പ്രത്യേകിച്ച് വാരാന്ത പതിപ്പിൽ. എല്ലാ വാരാന്ത പതിപ്പും അങ്ങനെയല്ലേ വരിക? ലൈറ്റ് റീഡിംഗ് മെറ്റീരിയലുകളല്ലേ വരാറുള്ളത്. അതിൽ നിങ്ങളെല്ലാവരും കിട്ടുന്ന മുഴുവൻ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ എത്ര വാരാന്ത പതിപ്പ് ഇറക്കേണ്ടി വരും? അതിന് പത്രത്തിൻ്റെതായ രീതികളില്ലേ? ഇവിടുത്തെ പ്രശ്നം എന്താണ്? നിങ്ങൾ ഈ പരാമർശിക്കുന്ന വിഷയം കൊണ്ടല്ല ദേശാഭിമാനിയുടെ വാരാന്ത പതിപ്പ് വൈകിയത് എന്നതല്ലേ ഞങ്ങൾ വിശദീകരിച്ചത്. ദേശാഭിമാനി വാരാന്ത പതിപ്പ് ഒരു ദിവസം വൈകി എന്നതല്ലേ നിങ്ങൾ വാർത്തയായി ഉയർത്തിക്കൊണ്ടുവന്നത്. അത് ഇതുമായി ബന്ധപ്പെട്ടതല്ല എന്ന് അപ്പോൾ പറയുന്നു, ഇപ്പോഴും പറയുന്നു. ആദ്യം പറഞ്ഞത് വീണ്ടും വൈകി വന്നവർക്ക് വേണ്ടി ആവർത്തിക്കുന്നു. നിങ്ങൾ തുടർച്ചയായി ദേശാഭിമാനിക്കെതിരെ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചു. അതൊരു മാധ്യമധർമ്മത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല. അച്ചടിച്ച പത്രം വിതരണം ചെയ്തില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അച്ചടിച്ച പത്രത്തിൻ്റെ കോപ്പി തരയാൻ പരസ്യ ആഹ്വാനം ഉണ്ടായി ഒരു മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗത്തു നിന്ന്. ഏത് നിലവാരത്തിൽ നിന്നിട്ടാണ് ഇത് പറയുന്നത്? പിന്നെ അതിൽ നിന്ന് വിട്ടു. മലയാള മനോരമ, ഞാൻ ആദ്യം രണ്ട് മാധ്യമം എന്ന് പറഞ്ഞുള്ളൂ. മലയാള മനോരമയും മാതൃഭൂമിയും ദിനപത്രം പിറ്റേ ദിവസം കൊടുത്ത വാർത്തയിൽ പത്രം അച്ചടിച്ചിട്ടില്ല എന്ന് ഭംഗ്യന്തരേണ സമ്മതിച്ചു. ആദ്യം നടന്ന പ്രചരണത്തിൽ നിന്ന് പുറകോട്ട് പോയി. VS ഒഴിവാക്കി എന്ന നിലയിൽ വലിയ ആക്ഷേപം ഉയർത്തിക്കൊണ്ടുവന്നു. അതൊക്കെ എത്രമാത്രം ഹീനമാണ്, ആരും ചിന്തിക്കാത്തൊരു കാര്യമല്ലേ. പിന്നെ അതിൽ നിന്ന് പുറകോട്ട് പോയി. മൂന്നാമത് ഉയർത്തിക്കൊണ്ടുവന്ന വിവാദമാണ് നാടക സംബന്ധിയായിട്ടുള്ള പ്രശ്നം, ഈ രചനയുമായി ബന്ധപ്പെട്ട പ്രശ്നം. അതിന് അന്ന് പറഞ്ഞ മറുപടി ഇന്നും പറയുന്നു. ഞങ്ങളുടെ പത്രം ഒരു ദിവസം വൈകി എന്നത് അന്ന് വിശദീകരിച്ച സാങ്കേതിക കാരണങ്ങളാലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം, ഇതിൽ ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അന്ന് ഞാൻ ഒരു യൂണിറ്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ വിശദാംശം വേണമെങ്കിൽ ഇനി പറഞ്ഞു തരികയും ചെയ്യാം. ഈ പറയുന്ന പ്രശ്നം ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യമല്ല, അത് പത്രം വൈകിയതുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമല്ല. ഇനി ലേഖനം കിട്ടിയത് നിങ്ങൾ പ്രസിദ്ധീകരിച്ചില്ല എന്നതാണ് പ്രശ്നമെങ്കിൽ അത് അങ്ങനെ ഉന്നയിക്കണം. അത് ഞാനിപ്പോൾ ഏറ്റവും മിതമായ നിരക്ക് പറയുന്നു. ഏതൊക്കെ പ്രസിദ്ധീകരിക്കണമെന്നും ഏതൊക്കെ പ്രസിദ്ധീകരിക്കേണ്ടെന്നും തീരുമാനിക്കാൻ അതത് മാധ്യമങ്ങളുടെ എഡിറ്റോറിയൽ വിഭാഗത്തിന് അവകാശമുണ്ട്. ഞങ്ങളുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്കെന്ത് അവകാശം? സംഗതിയൊക്കെ മാധ്യമമാണ്, പക്ഷെ അതിൽ ഒരു പ്രശ്നമില്ലേ? നിങ്ങൾ ഓരോ ദിവസം നിങ്ങൾക്ക് ഇതിലിപ്പം പത്രം പ്രസിദ്ധീകരിക്കുന്നുണ്ട്, ഞാൻ പത്രത്തെക്കുറിച്ച് മാത്രം പറയാം. ഇതിൽ പത്രം പ്രസിദ്ധീകരിക്കുന്ന സ്ഥാപനങ്ങൾ നിങ്ങളുടെ വാരാന്ത പതിപ്പിലേക്ക് ഏതൊക്കെ സൃഷ്ടികൾ കിട്ടി എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ പറയുമോ ഇവിടെ ആ സൃഷ്ടികൾ ഏതൊക്കെയാണെന്നുള്ളത്? അതിൽ ഇന്ന ഇന്ന സൃഷ്ടികൾ മാറ്റിവെച്ചത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ വിശദീകരിക്കുമോ? അതിന് വിശദീകരിക്കേണ്ടതുണ്ടോ? പറയൂ. പുതിയ മാധ്യമ പാഠങ്ങളുണ്ടെങ്കിൽ എന്നെ പഠിപ്പിക്കൂ, നിങ്ങൾ പറയൂ. യെസ്, ഇനി എന്താ പറയാനുള്ളത്? ഇനി എന്തെങ്കിലും മുക്കി എന്നുള്ള അല്ല, നിങ്ങൾ ചിലർ കൊടുത്ത വാർത്തയാണ് മുക്കി. വാരാന്ത പതിപ്പിലേക്ക് ഇനി അങ്ങനെ ഒരു ലേഖനം വന്നു എന്നിരിക്കട്ടെ, അത് പ്രസിദ്ധീകരിക്കേണ്ട തീരുമാനിച്ചാൽ മുക്കി എന്നോ? എവിടെ നിന്നാണ് മാധ്യമപ്രവർത്തനത്തിൻ്റെ ഇത്തരം പ്രയോഗങ്ങൾ വരുന്നത്? നിങ്ങളുടെ വാരാന്ത പതിപ്പിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന നൂറുകണക്കിന് സൃഷ്ടികളിൽ നിങ്ങൾ ഒരെണ്ണം തിരഞ്ഞെടുക്കുമ്പോൾ ബാക്കി 99 നിങ്ങൾ വേണ്ട എന്ന് വെക്കുന്നു. അതിന് മുക്കി എന്നാണോ പറയുക? അതിന് മുക്കി എന്നാണോ പറയുക? അത് തീർത്തും അനുചിതമായി പോയി, അത് ശരിയായില്ല എന്ന് ഞാൻ നിങ്ങളോട് വിനയപൂർവ്വം പറയും. ഇത് കള്ളൻ വിജയൻ എന്ന ലേഖനം ദേശാഭിമാനിയിൽ കഴിഞ്ഞ ഞായറാഴ്ച ഇറങ്ങേണ്ടിരുന്ന വാരാന്ത്യ പതിപ്പിൽ വരും എന്ന വിവരം അത് എഴുതിയ ആൾക്ക് ലഭിച്ചിരുന്നു. ഇപ്പോൾ സ്വരാജ് പറയുന്നത് പോലെ ഇപ്പോൾ XY ഒരാൾ ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പിൽ ഒരു പങ്ക്തി, ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു നിരൂപണം, ലേഖനം അയച്ചു തന്നിട്ട് അത് വരാത്തതല്ല ഇവിടെ പ്രശ്നം. അദ്ദേഹത്തോട് നിരന്തരം ദേശാഭിമാനിയിൽ നിന്ന് ചുമതലയുള്ള ആൾ ബന്ധപ്പെടുന്നു. ആരാ പറഞ്ഞത്? അദ്ദേഹത്തോട് ഇത് പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞതാരാ? ദേശാഭിമാനി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരേ? ഇതിന്റെ ചുമതലയുള്ള ആൾ. ചുമതല എന്ന് പറഞ്ഞാൽ ദേശാഭിമാനിയിൽ ഓരോരുത്തർക്കും ചുമതലയുണ്ട്. ഒരാൾക്ക് മാത്രമൊന്നുമല്ല ചുമതല, ഒരാൾക്ക് മാത്രമൊന്നുമല്ല ചുമതല. അല്ല, നിങ്ങൾ പറയുന്നത് അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആളോട് ചോദിക്കുക.
ദേശാഭിമാനി അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയുന്ന രീതിയില്ല. പതിപ്പിന്റെ ചുമതലയിലിരുന്ന ഒരാൾ അത് പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞാൽ ആ ആളോട് ചോദിക്കൂ. നോ നോ നോ, അത് നിങ്ങളുടെ ആരോപണമാണ്. ഇപ്പൊ അല്ല പറയട്ടെ, ഒരു മിനിറ്റ്. ഉത്തരവാദിത്തപ്പെട്ടപ്പോ എം സ്വരാജ് ദേശാഭിമാനിയുടെ വാരാന്ത്യപ്പതിപ്പിന്റെ ചുമതലയുള്ള ആളാണ്. ഞാനൊരു ലേഖനം താങ്കൾക്ക് തരുന്നു, അത് പ്രസിദ്ധീകരിക്കുമെന്ന് എം സ്വരാജ് പറഞ്ഞാൽ അതിനർത്ഥം അത് ദേശാഭിമാനി പറയുന്നതായിട്ട് തന്നെയാണ്. അല്ലല്ല, അങ്ങനെയല്ല. നിങ്ങൾ പറയുന്നത് ഇപ്പൊ പറഞ്ഞു എന്ന് പറയാണ്, പറഞ്ഞു നിങ്ങൾ പറയാണ്. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ബോധ്യത്തിലാണ്. നിങ്ങൾ അദ്ദേഹത്തോട് അതെ അതെ, അല്ല വിവരം, ആ വിവരം നിങ്ങൾ ഈ പറഞ്ഞു എന്ന ആളോട് പറയുക, ചോദിക്കുക. ദേശാഭിമാനി അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി ദേശാഭിമാനിയിലെ ഒരു ജീവനക്കാരനാണ് പറഞ്ഞെങ്കിൽ ആ പറഞ്ഞ ഉത്തരവാദിത്തമുള്ള ആളോട് ചോദിച്ചോളൂ, നിങ്ങൾ ചോദിച്ചോളൂ. ക്ലാരിറ്റിയോട് കൂടിയാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾക്ക് എന്താ ക്ലാരിറ്റി വരാത്തതെന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ക്ലാരിറ്റി വന്നില്ലെങ്കിൽ ഒന്നുകൂടി നമുക്ക് ശ്രമിച്ചു നോക്കാം ക്ലാരിറ്റി വരുമോന്ന്. ഇല്ലെങ്കിൽ ക്ലാരിറ്റി വരുന്നവരെ നമുക്ക് പറഞ്ഞു നോക്കാം. ദേശാഭിമാനിയുടെ ദൈനംദിന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിച്ചും സ്ഥാപനത്തിൻ്റെ പൊതു അച്ചടക്കം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിച്ചും ആവശ്യമായ ഘട്ടങ്ങളിൽ നടപടികൾ എടുക്കാറുണ്ട്. അത് നിങ്ങളുടെ എല്ലാം സ്ഥാപനങ്ങളിൽ എടുക്കാറുണ്ട്. അത്തരം നടപടികൾ മറ്റു മാധ്യമങ്ങളുടെ വിഷയമല്ല. നിങ്ങളുടെ മാധ്യമങ്ങളിൽ വരുന്ന അത്തരം നടപടികൾ ഞങ്ങളുടെയും വിഷയമല്ല. ഞങ്ങളുടെ സ്ഥാപനത്തിൽ വരുന്ന നടപടികൾ നിങ്ങളുടെയും വിഷയമല്ല. അതെല്ലാം ദൈനംദിന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വരുന്ന കാര്യമാണ്. അതിൽ ദേശാഭിമാനിയുടെ കാര്യത്തിൽ കടന്നു കയറാൻ നിങ്ങൾക്ക് അവകാശമില്ല. ഒന്ന്, അത് പൊതു നിലപാട്. ഇപ്പോൾ ഞങ്ങൾ ദേശാഭിമാനിയിൽ ആരുടെ പേരിലും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇത് ഞാൻ ദേശാഭിമാനി മനസ്യം കൊണ്ട് പറയുന്നതാണ്. ഞാൻ ചോദിച്ചാൽ നിങ്ങളോ, നിങ്ങൾ ചോദിച്ചാൽ ഞാനോ മാധ്യമം എന്ന നിലയിൽ പറയാൻ കാര്യമല്ല. ക്ലാരിറ്റി ആയോ? അല്ല, നിങ്ങളിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഇതുവരെ പറഞ്ഞ കാര്യം ഒന്നും കേട്ടിട്ടില്ല. ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്ന് കണ്ടോട് ചോദിച്ചാ. ഓ, നിങ്ങൾ അവിടെ കേട്ടിട്ടുണ്ട്. ശരി ശരി, പറയൂ 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 പറയൂ. അത് ദേശാഭിമാനിയുടെ ഒരു കാര്യമാണ്. ഞങ്ങളതിപ്പോൾ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ. ഇതുവരെ KR അജയനായിരുന്നോ ചുമതല? അല്ല, അതൊക്കെ ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ദേശാഭിമാനിയിൽ ഓരോ കാര്യങ്ങൾക്കും ആർക്കൊക്കെ ചുമതല, ഞങ്ങൾ ഈ ചുമതലകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റാറുണ്ടല്ലോ. ഞങ്ങൾ ഈ ചുമതലകളെല്ലാം അതൊരു പത്രം എന്ന നിലയിൽ ഞങ്ങളുടെ അവകാശമാണ്. കഴിഞ്ഞ ആഴ്ച വരെ KR അജയനായിരുന്നോ ചുമതല? നിങ്ങൾ ഈ പറയപ്പെട്ട വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല, ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഈ വിവാദത്തിന്റെ കാര്യങ്ങളിൽ. എന്നാൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞാൻ നേരത്തെ വിശദീകരിച്ച രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ സന്ദർഭങ്ങളിലും ആവശ്യമായ നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചു പോകുന്നവരാണ്. ആ ദൈനംദിന പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ഇപ്പോൾ അങ്ങനെ നിങ്ങളുമായി പങ്കുവെക്കാൻ എന്തെങ്കിലും ഒരു നടപടി വരെ ഇല്ല. നോക്കൂ, ആ ചോദ്യം, എനിക്ക് ആ ചോദ്യത്തോട് വിയോജിപ്പുണ്ട്. കാരണം എൻ്റെ ഭാഷയൊക്കെ ഞാനല്ലേ തീരുമാനിക്കുക. എനിക്ക് എൻ്റെ ഭാഷ പറയട്ടെ, എനിക്ക് എൻ്റെ ഭാഷയും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയുമാണ്. നിങ്ങൾ ചോദിക്കുന്ന ഭാഷയെ വിമർശിക്കാൻ എനിക്ക് അവകാശമില്ല. കാരണം അത് നമ്മൾ ഓരോരുത്തരുടെ ശൈലിയും രീതിയുമാണ്. അപ്പോൾ ആ കാര്യത്തിൽ പരസ്പര ബഹുമാനം പുലർത്തുന്നതാണ് അഭികാമ്യം. രാഷ്ട്രീയ പാർട്ടിയുടെ മുഖപത്രം എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ ഇവിടെ ഉണ്ട്, അങ്ങനെ അല്ലാതെ പ്രവർത്തിക്കുന്നുമുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ സ്വകാര്യ സ്വത്തായി ആ രാഷ്ട്രീയ താല്പര്യങ്ങൾ പ്രചരിപ്പിക്കാൻ നടത്തുന്ന സ്ഥാപനവുമുണ്ട്. അങ്ങനെയുള്ള സ്ഥാപനം അങ്ങനെ ഒരു സ്ഥാപനമാണ് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ സ്ഥാപനത്തെ സംബന്ധിച്ച് അത് നിങ്ങളുടെ അഭിപ്രായം. ഞാൻ മറിച്ചാണ് ചിന്തിക്കുന്നത്. എൻ്റെ നിലപാടും അതാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് മുതലാളിയായിട്ടുള്ളൊരു സ്ഥാപനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് അവകാശവാദം വേണമെങ്കിലും നടത്താം. മുതലാളി വിളിച്ച് നിങ്ങളെ വിരട്ടിയെന്ന് മുതലാളി തന്നെ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. ഏത് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ അത് ദേശാഭിമാനിയുടെ മര്യാദയായിരിക്കും. ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ദേശാഭിമാനി ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇനി വ്യക്തതയ്ക്ക് വേണ്ടി ഈ കഴിഞ്ഞ ഒരാഴ്ച
ദേശാഭിമാനി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ആരുടെ പേരിലും. എന്നാൽ നടപടി സംബന്ധിച്ച ഒരു ചോദ്യത്തിനും ഞങ്ങൾ പ്രതികരിക്കേണ്ടതില്ല. കാരണം നിങ്ങളുടെയും ഞങ്ങളുടെയും ഒക്കെ മാധ്യമ സ്ഥാപനങ്ങളിൽ ദൈനംദിന പ്രവർത്തനത്തിന്റെ ഭാഗമായി പലപ്പോഴും നടപടികൾ, ചെറുതും വലുതുമായ നടപടികളൊക്കെ നമ്മൾ സ്വീകരിക്കാറുണ്ട്. അത് നമ്മുടെ ദൈനംദിന പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാനങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ അതിന്റെ വിശേഷണവും കൊടുത്തു. അതിനെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു. നിങ്ങൾ ഒരുപക്ഷെ ഹെഡ്സെറ്റിൽ കേട്ടിട്ടുണ്ടാവേണ്ടതാണ്. ഞാനത് നല്ല വിശദമായി പറഞ്ഞു. ഇനി അത് ആവർത്തിക്കേണ്ട ഒരാവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, വ്യക്തതയുണ്ട്. ഞാനിവിടെ ഞാനത് സംബന്ധിച്ച് വിശദമായി പറഞ്ഞില്ല. ഇവിടെ ഞാനത് സംബന്ധിച്ച് ഈ ലേഖനങ്ങൾ വരുന്നത് സംബന്ധിച്ചും ഇല്ല, ഞാനത് വിശദമായി പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്. നിങ്ങൾ ആ ചോദ്യം ആവർത്തിക്കുകയാണ്. നിങ്ങളല്ല, നിങ്ങളുടെ സഹപ്രവർത്തകർ ചോദിച്ച ചോദ്യം ആവർത്തിക്കുകയാണ്. അങ്ങനെ ആവർത്തിച്ച് മറുപടി പറയേണ്ട ഒരു ആവശ്യം ആ കാര്യത്തിലില്ല. ഞാനത് സംബന്ധിച്ച് ആ ലേഖനത്തെക്കുറിച്ച് പൊതുവായിട്ടും മറ്റു മാധ്യമങ്ങളിലും ദേശാഭിമാനിയിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞതാണ്. നിങ്ങൾക്കിനി വ്യക്തത വന്നിട്ടില്ലെങ്കിൽ വ്യക്തത വരുത്താൻ എനിക്കാവില്ല. ഒരു തലക്കെട്ടിനെയും ആർക്കും പേടിയില്ല, ഞങ്ങളിൽ ആർക്കും പേടിയില്ല. ഈ നടപടി ഇല്ല എന്ന് താങ്കൾ പറഞ്ഞു. നടപടി ഇതുവരെ എടുത്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ വാരാന്ത്യ പതിപ്പിന്റെ ചുമതലയുള്ള KR അജയന് ഇന്റേണൽ ആയിട്ടുള്ള വർക്ക് അറേഞ്ച്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ആഴ്ച വരെ KR അജയനാണ് വാരാന്ത്യ പതിപ്പിന്റെ ചുമതല എന്ന് താങ്കൾക്കും അറിയാം, നമുക്കും അറിയാം. ഇപ്പോൾ സ്റ്റിൽ നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് വാരാന്ത്യ പതിപ്പിന്റെ ചുമതലയിൽ അദ്ദേഹം തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താണ്? ഇന്റേണലായ അറേഞ്ച്മെന്റ്, ദേശാഭിമാനിയുടെ ഇന്റേണൽ അറേഞ്ച്മെന്റിനെ കുറിച്ചൊക്കെ നിങ്ങൾ പ്രതികരണം ചോദിക്കുകയാണ്. ഞാനത് പറയണോ? പറയേണ്ടതുണ്ടോ? അത് ശരിയാണോ? നടപടിയില്ല എന്ന് പറഞ്ഞു, അത് അവിടെ അവസാനിച്ചു. വാക്കിൽ കിടക്കണ്ടല്ലോ എന്നോർത്ത്. അല്ല, നിങ്ങൾ അങ്ങനെ ചോദ്യം ഉന്നയിക്കുന്നത് ശരിയല്ല. എന്തായാലും അടുത്ത വാരാന്ത്യ പതിപ്പ് ആകുന്നല്ലേ ഉള്ളൂ. ഓക്കെ, കഴിഞ്ഞു പോയൊരു കാര്യമല്ലേ, അതിനെക്കുറിച്ച് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾക്കുണ്ടോ? ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു. ഏതായാലും ദേശാഭിമാനിയെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുന്നതിനൊരു പോസിറ്റീവ് വശമുണ്ട്. നന്നായി ചർച്ച നടക്കട്ടെ. പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത് ഞാനും നിങ്ങളും കേട്ടതാണ്. ദേശാഭിമാനി തള്ളി പറഞ്ഞാണ് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. അതിനെക്കുറിച്ച് ഞാനും വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നല്ല, മറ്റൊരിടത്തു നിന്നും. എല്ലാ വാർത്തകളും കൊടുക്കുമ്പോൾ ജാഗ്രത പാലിക്കണം. ഇപ്പൊ ജാഗ്രത പാലിക്കുന്നുണ്ടെങ്കിൽ കുറെ കൂടി ജാഗ്രത പാലിക്കണം. ഞങ്ങളും പാലിക്കണം, നിങ്ങളും പാലിക്കണം. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ അതിനോടൊക്കെ പ്രതികരിക്കേണ്ട കാര്യമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇവിടെ കൊണ്ട് ക്ലിയർ ആയല്ലോ. ശരി. അല്ല, അന്ന് പറയും നടപടിയില്ല എന്ന് റെസിഡന്റ് എഡിറ്റർ വ്യക്തമാക്കി. പക്ഷേ സീറ്റ് മാറിയിട്ടുണ്ടോ KR അജയന്റെ എന്ന് ചോദിച്ചതിൽ താങ്കൾ വ്യക്തത വന്നിട്ടില്ല. അതിന് വ്യക്തതയില്ല. ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ. അല്ലല്ല, നമുക്കിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കാം. അല്ലല്ല, ആവർത്തിച്ചുകൊണ്ടിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ദേശാഭിമാനി നിങ്ങളെപ്പോലെ തന്നെ ദൈനംദിന പ്രവർത്തനത്തിന്റെ ഭാഗമായി ആവശ്യമായ സന്ദർഭങ്ങളിലെല്ലാം നടപടികൾ എടുക്കാറുണ്ട്. അത്തരം നടപടികൾ നിങ്ങളുടേതെന്ന പോലെ ഞങ്ങളുടെയും സ്ഥാപന സംബന്ധിയായ ഒരു ആഭ്യന്തര കാര്യമാണ്. അത് നിങ്ങളും വിശദീകരിക്കാറില്ല, ഞങ്ങളും വിശദീകരിക്കേണ്ട കാര്യമില്ല. അതാണ് പൊതുനിലപാട്. എങ്കിലും പ്രത്യേകമായി ഉയർന്നു വന്നൊരു വിഷയത്തിൽ ഞാൻ പ്രതികരിച്ചു. ഈ പറയപ്പെട്ട വിവാദവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് ഞാനിവിടെ വിശദീകരിക്കുകയും ചെയ്തു. ഇതിൽ കൂടുതൽ അല്ല, ഇതൊക്കെ എങ്ങനെ? ഞാൻ വിശദീകരണം ചോദിച്ചൊന്ന് റിപ്പോർട്ട് ചെയ്തല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നിങ്ങൾ ചോദിച്ചു. ആ ചോദ്യത്തോട് എനിക്ക് വിയോജിപ്പുണ്ടെങ്കിലും നമ്മൾ തമ്മിൽ അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, പക്ഷെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാതെ വാർത്ത കണ്ടല്ലോ ഞാൻ ചിലയിടത്ത്. M സ്വരാജ് വിശദീകരണം തേടി വാർത്ത വന്നില്ലേ? നിങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ കൊടുത്തോന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ അങ്ങനെ വാർത്ത കണ്ടു. ഞാൻ വിശദീകരണം തേടി എന്ന വാർത്ത കണ്ടു. അല്ല, അങ്ങനെ വാർത്ത കണ്ടു. ഞാൻ ബാക്കി പറഞ്ഞിട്ടില്ല. എന്തിനാണ് അസഹിഷ്ണുത? ഉണ്ട്, പറയുന്നതിനിടയിൽ ഞാൻ വാർത്ത തേടി, അല്ല വിശദീകരണം തേടിയെന്ന് വാർത്ത കണ്ടു. ഞാൻ വിശദീകരണം തേടാറില്ല. വിശദീകരണം തേടാൻ നിയോഗിക്കപ്പെട്ട ആളല്ല ഞാനല്ല അതോറിറ്റി. അപ്പോൾ വെറുതെ അങ്ങ് വെച്ച് കാച്ചുകയാണ്. അതൊന്നും ശരിയല്ല. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്നോട് വിളിച്ചു ചോദിച്ചാൽ ഞാൻ പറയുമല്ലോ ഞാൻ വിശദീകരണം തേടിയിട്ടില്ല എന്ന് പറയുമല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയാത്ത സ്ഥിതി വരും. അപ്പോൾ കൊടുക്കണം എന്ന് ആദ്യം തീരുമാനിക്കുകയാണ്, എന്നിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ കാണുമ്പോൾ
ആ വിശദീകരണത്തെ കുറിച്ച് ചോദിക്കുകയാണ്. ഞാൻ വിശദീകരണം തേടാൻ നിയോഗിക്കപ്പെട്ട ചുമതല വഹിക്കുന്ന ഒരാളല്ല. ഞാൻ ആരോടും വിശദീകരണം തേടിയിട്ടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആരുടെ പേരിലും നടപടി സ്വീകരിച്ചിട്ടില്ല. നടപടിയെക്കുറിച്ച് പൊതുവായി പറഞ്ഞ കാര്യം നേരത്തെ പറഞ്ഞു, അതിനി ആവർത്തിക്കുന്നില്ല. ഇനി വർക്കിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് അതൊരു മര്യാദയാണോ അങ്ങനെ ചോദിക്കുന്നത്? ഞാൻ നിങ്ങളോട് വർക്കിംഗ് അറേഞ്ച്മെൻറ്റുകളെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ പറയാൻ ബാധ്യസ്ഥരാണോ? അല്ല, ഞാനുമല്ല. യെസ്. ദേശാഭിമാനിക്കകത്ത് ആ ചോദ്യത്തിനൊക്കെ നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആ ചോദ്യത്തിന് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് നിങ്ങളിങ്ങനെ പറയുകയാണ്, അതിനകത്ത് എന്തെങ്കിലും പരാതി ഉയർന്നിരുന്നോ, അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ശരി, നിങ്ങളങ്ങനെ ചോദിക്കൂ, ഞാനേതായാലും പ്രതികരിക്കുന്നില്ല.